ഹലോ ഹലോ അപ്പോൾ SSC CGL മെയിൻസിൻ്റെ ഇൻഡൻസ് റിവിഷൻ പാർട്ട് 5 ആണ്. പുതിയതായിട്ട് ആരുടെയെങ്കിലും കൺമുന്നിൽ ഈ വീഡിയോ പെട്ടിട്ടുണ്ടെങ്കിൽ ദയവേത് ചാനലിൽ പോവുക. ചാനലിൽ പോയിട്ട് പ്ലേലിസ്റ്റിൻ്റെ സെക്ഷനിൽ നോക്കുക. SSC CGL മെയിൻസ് മാത്സ് റിവിഷൻ 1, 2, 3, 4 വരെ നമ്മളവിടെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ വരിക. അത് കാണുക എന്നുള്ളത് മാത്രമല്ല, അത് കണ്ടിട്ട് ഒരു 2-3 പ്രാവശ്യം റിവൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് മാത്രമേ ഇത് കാണാനായിട്ട് വരാവുള്ളൂ. ഓൾറെഡി കണ്ടിരിക്കുന്നവർ നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, CHSLO അല്ലെങ്കിൽ CGL 2026 പ്രീ എഴുതാൻ ടയർ 1 എഴുതാൻ നിൽക്കുന്ന ആൾക്കാർ ഞാനിവിടെ ചെയ്യുന്നതിൻ്റെ സ്പീഡോ ഇതിലെ കാര്യങ്ങളോ കണ്ടിട്ട് കൺഫ്യൂസ് ആവരുത്. നിങ്ങൾക്ക് ബിഗിനേഴ്സിനുള്ള ക്ലാസ് ഇപ്പോൾ ഞാൻ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലും ചാനലിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള ക്ലാസ് അവിടെ ഉള്ളതിൽ വളരെ സ്ലോ ആയിട്ട്, വളരെ ബേസിക് ആയിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡൊക്കെയാണ് പ്രശ്നമെങ്കിലും വളരെ ബേസിക് ആയിട്ടാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ അകത്ത് സ്പീഡും അതിനകത്തെ സ്പീഡും രണ്ടും ഡിഫറൻ്റ് ആണ്. ഇത് ടയർ 1 ഓൾറെഡി എഴുതിയവർക്ക്, ഓൾറെഡി ടയർ 1 എഴുതി ഇത്രയും മാർക്ക് വാങ്ങിച്ചവർക്ക് സ്പീഡും കാര്യങ്ങളും കുറേ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, അവർക്കുള്ളൊരു ലെവലിലാണ് ഇതുള്ളത്. സോ ഇത് കണ്ടിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു ലെവൽ കാരണം നിങ്ങൾ ബാക്കിയുള്ള നമ്മുടെ എല്ലാ ക്ലാസ്സിൻ്റെയും ലെവൽ അതുപോലെയാണെന്ന് നിശ്ചയിക്കേണ്ട. അതുപോലെയല്ല, നമ്മൾ വളരെ ബേസിക്കാണ്. നമ്മൾ ചാനലിൻ്റെ ഏറ്റവും ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ ഇട്ട വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാലും കാണാം. എൻ്റെ ബേസിക് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മാത്സിനെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവർക്ക് ആ മാത്സിനോടുള്ള ഭയം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്. സോ നിങ്ങൾ അതും ഇതും തമ്മിൽ കൺഫ്യൂസ് ചെയ്യിക്കരുത്. പക്ഷേ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് വേണേൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ഓക്കെ, ഒരുപാട് സമയം കളയുന്നില്ല. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് ജമ്പ് ചെയ്യാം. ഓക്കെ, കമോൺ. ഹലോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റി എന്നാണ് വീണ്ടും. അപ്പോൾ ഇഫ് 9 സ്റ്റുഡൻസ് ആർ സ്റ്റാൻഡിങ് ഓൺ എ സർക്കുലർ പാത്ത്, ദെൻ ദ പ്രോബബിലിറ്റി ദാറ്റ് 2 ഓഫ് ദം ആർ ഓൾവേസ് സ്റ്റാൻഡിങ് ടുഗദർ എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? പിന്നെ 9 കുട്ടികൾ ഒരു സർക്കുലർ പാത്തിൽ നിൽക്കുന്നു എന്ന് കരുതുക. അതെന്താ ഒരു സർക്കുലർ പാത്ത് ഉണ്ട്, ഓക്കെ അല്ലേ? ഇതിൽ 9 കുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 പേര് ഒരുമിച്ച് നിൽക്കാനുള്ള, സ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ 9 പേരെ ഏതൊക്കെ രീതിയിൽ നിർത്താം, ഇപ്പോൾ n നമ്പർ ഓഫ് പീപ്പിളിനെ ഏതൊക്കെ രീതിയിൽ നിർത്താം, ഏതൊക്കെ കോമ്പിനേഷനിൽ നിർത്താം, നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? n-1 ഫാക്ടോറിയൽ. അപ്പോൾ 9 പേരെന്ന് പറഞ്ഞാൽ എന്താ? 9 പേരെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനകത്ത് നിർത്താം? 9-1, അതായത് 8 ഫാക്ടോറിയൽ. ഓക്കെ, അതുപോലെ തന്നെ പ്രോബബിലിറ്റിയുടെ ഏറ്റവും ബേസ് കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഞാൻ എന്താ പറയുന്നത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ പറഞ്ഞാൽ മൊത്തം നടക്കുന്ന കാര്യങ്ങൾ ബൈ ചോദ്യത്തിൽ വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ. മൊത്തം നടക്കുന്ന കാര്യങ്ങൾ എന്താ? 9 പേരെ പല കോമ്പിനേഷനിൽ ഇരുത്തുന്നത്. അതെന്താ? 8 ഫാക്ടോറിയൽ. ഓക്കെ, ഇനി ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? ദം ആർ ഓൾവേസ് സ്റ്റാൻഡിങ്, 2 ഓഫ് ദം ആർ ഓൾവേസ് സ്റ്റാൻഡിങ് ടുഗദർ. മനസ്സിലായോ? അതായത് ഇപ്പോൾ 9 പേരാന്ന് വിചാരിക്കുക. 1, 2, 3, 4, 5, 6, 7. എന്നിട്ട് 2 പേര്. ഇതെന്താ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പേര് ലോക്കാ. മനസ്സിലായോ? 2 പേര് അവിടെ, 2 പേര് എപ്പോഴും അടുത്തായിരിക്കും. ബാക്കിയുള്ളവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ഓക്കെ, അതാണ് നമുക്ക് തന്നിരിക്കുന്ന വേണ്ട കണ്ടീഷൻ. മൊത്തം കണ്ടീഷൻ എന്താ? ഈ 9 പേരും എങ്ങനെ വേണമെങ്കിലും മാറി ഇരിക്കുന്നതാണ് 8 ഫാക്ടോറിയൽ. നമുക്ക് വേണ്ട കണ്ടീഷൻ ഇവർ ലോക്കായിരിക്കണം, ഇവരെങ്ങനെ വേണമെങ്കിലും മാറാം. അപ്പോൾ ഇവർ ലോക്കാവുമ്പോൾ ഈ മൊത്തം ഒബ്ജക്റ്റുകൾ എത്ര എണ്ണയായി? ഇവരെത്ര? 7 പേര് പ്ലസ് ഇവരെത്രയാ? 8 പേര്. അപ്പോൾ മൊത്തം ഒബ്ജക്റ്റിൻ്റെ എണ്ണം എത്രയായി? ഇവർ7ഉം ഇവർ8ഉം, അല്ല ഇവർ7ഉം ഇവർ1ഉം. അപ്പോൾ 7 + 1 ഇപ്പോൾ 8ആയി. ഇപ്പോൾ ഒബ്ജക്റ്റ് എന്തായി? നേരത്തെ ഒബ്ജക്റ്റ് 9 ആയിരുന്നു, ഇപ്പോൾ ഒബ്ജക്റ്റ് എന്തായി? 8ആയി. അപ്പോൾ 8 പേരെ മാറ്റി ഇരുത്തുന്ന രീതികൾ എങ്ങനെയാണ്? n-1 ഫാക്ടോറിയൽ. 8-1 എന്താ? 7 ഫാക്ടോറിയൽ. അപ്പോൾ 7 ഫാക്ടോറിയൽ.
അതുമാത്രമാണോ? അല്ല, അവിടെയാണ് വേറെ കളി കിടക്കുന്നത്. എന്താ, ഈ രണ്ടുപേരില്ലേ, ഈ രണ്ടുപേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കാമല്ലോ, തമ്മിൽ മാറിയിരിക്കാമല്ലോ. 3 പേരെ ഇപ്പം ഇവിടെ 3 പേരെന്ന് വിചാരിക്കും. ഈ 3 ഒരെണ്ണം ഇങ്ങോട്ടും ഇയാൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാമല്ലോ. അപ്പം അതിൻ്റെ എന്താ അതിൻ്റെത് 2 ഫാക്ടോറിയൽ. അതിൻ്റെത് 2 ഫാക്ടോറിയൽ അല്ലേ? അതിൻ്റെത് 2 ഫാക്ടോറിയൽ വരും. ഓക്കെ കറക്റ്റ് അല്ലേ? കറക്റ്റാണ്. 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 2 വരും. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, 7 ഫാക്ടോറിയൽ ബൈ 8 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ഇവിടെ ഇതെന്താ, 7 ഫാക്ടോറിയൽ വന്നിട്ട് ഇവിടെ 8 വരും. അപ്പോൾ ഇവിടെ മേളിൽ 2 ഫാക്ടോറിയൽ 2 ബൈ 8 എന്ന് വെച്ചാൽ എന്താ, 1/4. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ സി 1/4 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചിന്തിച്ച് പഠിച്ചാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിലിടുക. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് വിൽ ഡിവൈഡ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ്സ് 2, 4 and 7, 9 internally in the ratio 1:2. പറഞ്ഞിരിക്കുന്ന കാര്യം എഴുതാം. എന്താ, 2, 4 എന്നും 7, 9 എന്നും 2 പോയിൻ്റ് ഉണ്ട്. അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനുണ്ട്. 2, 4 എന്ന് 7, 9 എന്ന് 2 പോയിൻ്റ് ഉണ്ട്. അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനുണ്ട്. അതിനെ വേറൊരു പോയിൻ്റ് അത് നമുക്ക് XY എന്നെടുക്കാം. അതിനെ ഇൻറ്റേർണലി ഡിവൈഡ് ചെയ്യുന്നു. ഏത് റേഷ്യോയിൽ? 1:2. ആ പോയിൻ്റ് XY, അത് ആ പോയിൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ. ഇത് കോർഡിനേറ്റ് ജോമെട്രി പഠിച്ചവർക്ക് ഈ ഇക്വേഷൻ ഭയങ്കര സുപരിചിതമായിരിക്കും. അതായത് ഇതിനെ നമുക്ക് X1 Y1 എന്നെടുക്കാം. ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇപ്പോൾ ചിന്തിച്ചോ. ഇത് X2 Y2 എന്നെടുക്കാം. ഇത് വിട്ടേക്ക്. ഇതിനെ നമുക്ക് M:n എന്നെടുക്കാം. അതായത് X1 Y1 എന്ന് പറഞ്ഞൊരു പോയിന്റിനെ X2 Y2 എന്ന് പറഞ്ഞൊരു പോയിന്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലൈനിനെ വേറൊരു പോയിന്റ് M:n എന്ന് പറഞ്ഞ അനുപാതത്തിൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൻ്റെ എക്സിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? എക്സിനെ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓർത്ത് നോക്കിയേ. ഇതിനെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. MX1 പ്ലസ് എന്താ, ഇതിനെ ഇതുമായിട്ട്, MX1 X2 അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ശരിയാ, പറയുമ്പോൾ അങ്ങനെ പറയുന്നതുകൊണ്ട് അങ്ങനെ എഴുതണ്ടല്ലേ. അങ്ങനെ പറയുമ്പോൾ ശരിയാവത്തില്ല. X2 എന്ന് തന്നെ പറയണം. എന്താണെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. MX2 പ്ലസ് N എന്താ, X1 NX1 ബൈ M+N. മനസ്സിലായി? ഇങ്ങനെ വിഷ്വലൈസ് ചെയ്താൽ മതി. എമ്മിനെ X2 ആയിട്ട്, എന്നിനെ X1 ആയിട്ട്, എന്നിട്ട് M+N. അതുപോലെ തന്നെ Y അപ്പോൾ എന്തായിരിക്കും? എമ്മിനെ Y2 ആയിട്ട്, MY2 പ്ലസ് എന്നിനെ Y1, NY1 ബൈ M+N അല്ലേ? ഇത്രേ ഉള്ളൂ. ഈ ഫോർമുല നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഞാൻ ഫോർമുല റിവിഷൻ സീരീസിലും ഈ ഫോർമുല ഷോർട്ടായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്തോ. MX2 എന്ന് പറയുമ്പോൾ 7, NX1 എന്ന് പറയുമ്പോൾ എന്താ 4 അല്ലേ? അപ്പോൾ 7 4 11 ബൈ M+N എന്താ 3 X വന്നു. അതുപോലെ തന്നെ NY2 എന്താ 2 × 9 MY2 പറയുമ്പോൾ തെറ്റിപ്പോയതാ. MY2 എന്താ 9 പ്ലസ് NY1 8, 9 + 8 എന്താ 17 ബൈ 3. അപ്പോൾ എന്താ XY എന്ന് പറഞ്ഞാൽ എന്താ, X എന്ന് പറഞ്ഞ ഈ പോയിൻ്റ് എന്താ 11/3 17/3. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി അല്ലേ? സിമ്പിളാണ്, ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് റിവൈസ്ഡ് ആയി കാണുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ക്ലൈംസ് എ 24-meter ഹൈ പാം ട്രീ.
he climbs 4 meter in the first second and slips 2 meter in the next second. So this process is repeated again and again until he reaches the top. In which second will he be at the top? അതായത് ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല, കാണുമ്പോൾ ഇച്ചിരി ഇതുപോലെ തോന്നും, പക്ഷേ സിമ്പിളാണ്. ഇവിടെ ഇങ്ങനെ 24 മീറ്റർ ഹൈറ്റുള്ളൊരു എന്താണ് പാം ട്രീ ഉണ്ട്. അപ്പോൾ എന്താ ആദ്യത്തെ സെക്കൻഡിൽ 4 മീറ്റർ ഫ്രണ്ടിൽ പോവും, എന്നിട്ട് എന്താ 2 മീറ്റർ സ്ലിപ്പാവും. എണ്ണ പുരട്ടിയ പാം ട്രീ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്താ ആദ്യത്തെ സെക്കൻഡിൽ 4 മീറ്റർ പോവും, അടുത്ത സെക്കൻഡിൽ 2 മീറ്റർ വരും. അതായത് മൊത്തം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ നടന്നെന്താ 2 മീറ്റർ കയറുന്നുണ്ട്. അതായത് 2 സെക്കൻഡ് വീതം പോകുമ്പോൾ 2 മീറ്ററിൻ്റെ പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ 20ാമത്തെ മീറ്ററിലുണ്ടല്ലോ, ഇവിടെ ഒരു ഇപ്പോൾ 20ാമത്തെ മീറ്റർ എത്തിയെന്ന് വിചാരിക്കുക ആൾ. അത് കഴിഞ്ഞുള്ള 1 സെക്കൻഡിൽ എന്താ സംഭവിക്കുന്നത്? 4 മീറ്റർ മേളിലോട്ട് കയറും. അപ്പം എന്തായി? 24ാമത്തെ മീറ്ററിൽ എത്തി. ഇനി അടുത്ത സെക്കൻഡിൽ താഴോട്ട് സ്ലിപ്പ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ അറിയോ? അടുത്ത സെക്കൻഡ് താഴോട്ട് 2 മീറ്റർ സ്ലിപ്പ് ചെയ്താൽ 22 മീറ്റർ വരും. പിന്നെയും 4 മീറ്റർ മേളിലോട്ട് കയറാൻ പോയാൽ പിന്നെ സ്ലിപ്പ് ചെയ്യേണ്ടി വരില്ല, തലയും കുത്തി അടിച്ച് താഴെ കിടക്കും. കാരണം എന്താ? മേളിലോട്ടില്ല. ഇവിടെ 24 മീറ്റർ വരെയല്ലേ ഉള്ളൂ. അപ്പോൾ 2 മീറ്റർ താഴോട്ട് സ്ലിപ്പ് ചെയ്തിട്ട് പിന്നെ 4 മീറ്റർ മേളിലോട്ട് കയറാൻ സ്ഥലമില്ല ഇനി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? 1 സെക്കൻഡിൽ 4 മീറ്റർ കയറുക എന്നുള്ളത് മാത്രമേ നടക്കുന്നുള്ളൂ. അടുത്ത സെക്കൻഡിൽ താഴോട്ട് സ്ലിപ്പ് ചെയ്യാൻ പറ്റില്ല, മേളിലെത്തി. ഓക്കെ, സക്സസ്ഫുള്ളായി. അപ്പോൾ 20ാമത്തെ മീറ്റർ തൊട്ടിട്ട് 24ാമത്തെ മീറ്റർ വരെ 1 സെക്കൻഡേ ഹാപ്പൻ ആവുന്നുള്ളൂ. അപ്പോൾ എന്താ നമ്മൾ ഇവിടെ നിന്ന് 20 വരെയുള്ളതിൻ്റെ, അപ്പോൾ അവിടെ അത് ലോക്കായി 1 സെക്കൻഡ്. ഇവിടെ നിന്ന് 20 വരെയുള്ള നോക്കിയാൽ മതി. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 2 സെക്കൻഡിൽ 2 മീറ്റർ. ഇവിടെ നിന്ന് അവിടം വരെ എത്ര 2 മീറ്ററിൻ്റെ സെറ്റ് ഉണ്ട്? 1, 2, 3, 4 എത്ര 2 മീറ്റർ സെറ്റ് ഉണ്ട്? ആദ്യത്തേന്ന് 20 വരെ 20/2 10. 2 മീറ്ററിൻ്റെ 10 സെറ്റില്ലേ? 10 സെറ്റുണ്ട് 2 മീറ്ററിൻ്റെ. അപ്പോൾ എത്ര സെക്കൻഡായി? 2 × 10 20 സെക്കൻഡ്. അപ്പോൾ ഇവിടെ 20 സെക്കൻഡ്, പിന്നെ ഇവിടുത്തെ 1 സെക്കൻഡ്. അപ്പോൾ മൊത്തം ടോപ്പിലെത്താൻ എത്ര? 20 1 21 സെക്കൻഡ്. 21 സെക്കൻഡ് എന്താണ്? ഓപ്ഷൻ ബി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 21 സെക്കൻഡാണ് നിങ്ങളുടെ ഉത്തരം. അപ്പോൾ ഇതിങ്ങനെ ഈസി ആയിട്ട് ഇത് നമ്മൾ ആദ്യം ചെയ്തു പോകുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയോ? ഈ ലോജിക്ക് നമ്മൾ ലോക്കായാൽ പോലും ഈ ലോജിക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കില്ല. ഈ ലോജിക്ക് ലോക്കായാൽ ഈ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഇയാളെ മേളിലോട്ട് കയറ്റിയിട്ട് താഴെ കൊണ്ടിടും. അപ്പോൾ ഉത്തരവും താഴെ കിടക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ കറക്റ്റായിട്ട് ഈ ലോജിക്കും കൂടെ ചിന്തിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിന് പോവാം. അപ്പോൾ അടുത്തതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ലെറ്റ് us set s is equal to 1, 2, 2, 3, 3, quad 4. Then the value of 4 mean plus 2 mod minus 8 median. ഡയറക്റ്റായിട്ടെല്ലാം തന്നിട്ടുണ്ട്. സെറ്റ് തന്നിട്ടുണ്ട്. 1 2 2കൾ, 3 3കൾ, 4 4കൾ. അയ്യോ, ഓക്കെ. എന്നിട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പോൾ മീനും മീഡിയനും മോഡും കണ്ടുപിടിക്കണം. മീൻ എന്ത് വരും? 1 4 9 5 9 14 16 നമ്മുടെ 30 വരും. 30/1 3 10 അല്ലേ? 10 എണ്ണം അല്ലേ ഉള്ളത്? മീൻ 3. മീഡിയൻ എന്താ വരുന്നത്? മൊത്തം 10 എണ്ണം അല്ലേ? അപ്പോൾ നമുക്കിതേ 1 2 3 ഇവിടുന്ന് 4 ഇവിടുന്ന് 4 എടുക്കാം അല്ലേ? അപ്പം നടുക്ക് വരുന്നത് 3 3. അതിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 3 തന്നെ വരും. മീഡിയനും 3 വരും. പിന്നെന്താ നമ്മുടെ മോഡ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആവുന്ന ഏതാ? സ്വാഭാവികം 4. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് എന്താ? 4 മീൻ 12 പ്ലസ് 2 മോഡ് പ്ലസ് 8 മൈനസ് 8 മീഡിയൻ മൈനസ് 24. അപ്പോൾ ഇത് -12 പ്ലസ് 8 എന്ന് പറയുമ്പോൾ എന്ത് വരും? -4 വരും.
-4 ഉത്തരം. -4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. -4 ആണ് ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിന് ഇപ്പോൾ എളുപ്പമല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിന് ഇപ്പോൾ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ട്രിഗണോമെട്രി എന്താ ചോദിച്ചിരിക്കുന്നത്? ഇഫ് കോസ് റൈസ് ടു 4θ മൈനസ് സൈൻ റൈസ് ടു 4θ ഈക്വൽ ടു 3/5 ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1 - 2 sin square θ പ്ലസ് 2 sin θ cos θ. വലിയ കോംപ്ലക്സിറ്റി ഒന്നുമില്ല. കോസ് റൈസ് ടു 4θ മൈനസ് സൈൻ റൈസ് ടു 4θ എന്താ 3/5 എന്നാണെങ്കിൽ 1 - 2 sin square θ പ്ലസ് 2 sin θ cos θ. ഇങ്ങനെയുള്ള ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഫോർമുലാസ് ഉണ്ടല്ലോ, പഠിച്ചിട്ടുള്ള ഫോർമുലാസ് എവിടെയെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പതിയുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പതിയുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്താ, ഇത് ഞാൻ ഫോർമുല റിവിഷൻ സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ cos 2θ, ഇങ്ങോട്ട് നോക്കിയേ, cos 2θ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ, cos square θ മൈനസ് sin square θ എന്നുണ്ട് അല്ലേ, 1 - sin square θ എന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. cos 2θ എന്ന് വെച്ചാൽ cos square θ മൈനസ് sin square θ എന്നും 1 - sin square θ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 - 2 സോറി 1 - 2 sin square θ, 1 - sin square θ അല്ല, 1 - 2 sin square θ. അപ്പോൾ 1 - 2 sin square θ എന്ന് പറഞ്ഞാൽ എന്താ, cos 2θ. അത് എന്തുവാണ്, cos square θ മൈനസ് sin square θ. അപ്പോൾ ഇതിനെ നമുക്ക് cos square θ മൈനസ് sin square θ എന്ന് എഴുതിക്കൂടെ? ഇതിനെ cos square θ മൈനസ് sin square θ എന്ന് എഴുതാം. അതവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് വന്ന് ഇതിനെ ഇങ്ങോട്ട് എടുത്തേ, cos റൈസ് ടു 4θ എന്നുള്ളതിനെ നമുക്ക് cos square θ ദ ഹോൾ സ്ക്വയർ മൈനസ് സൈൻ റൈസ് ടു 4θ sin square θ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? കാരണം എന്താ, cos square θ ദ ഹോൾ സ്ക്വയർ ആണ് cos റൈസ് ടു 4θ, sin square θ ദ ഹോൾ സ്ക്വയർ ആണ് sin റൈസ് ടു 4θ. അപ്പോൾ ഇത് a² - b² എന്ന് വന്നില്ലേ? a² - b² എന്താ, a + b × a - b. അപ്പോൾ എങ്ങനെ വരും? ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്, മായ്ക്കുകയാണ്, കാരണം നിങ്ങൾക്ക് അപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ a + b × a - b എന്ന് എഴുതും. a എന്താ ഇവിടെ cos square θ, b എന്താ sin square θ. അപ്പോൾ a + b എന്താ cos square θ പ്ലസ് sin square θ എന്താ 1 അല്ലേ, ഇൻറ്റു a + b × a - b cos square θ മൈനസ് sin square θ. അത് ഓൾറെഡി എന്താന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഓൾറെഡി എന്താ 1 - 2 sin square θ അല്ലേ, 1 - 2 sin square θ ആണ് അത്. അതെന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, 3/5 ആണല്ലോ. അതായത് എന്താ 1 - 2 sin square θ എന്ന് പറഞ്ഞാൽ 1 - 2 sin square θ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. 1 - 2 sin square θ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അപ്പോൾ ഇവിടെ 3/5 നമുക്ക് കിട്ടി അല്ലേ. ഇതെന്താ 3/5 ആണ്. ഓക്കെ, അത് 3/5 ആണ്, 3/5 ആണ്, ശ്രദ്ധിച്ചിരുന്നോ, വിടരുത്. അത് 3/5 ആയി. ഓക്കെ, ഇനി നിങ്ങൾ ഇത് നോക്ക്, 2 sin θ cos θ എന്താ sin 2θ. അതും ഞാൻ ഫോർമുല റിവിഷൻ സീരീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 sin θ cos θ എന്താണ്, sin 2θ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ട് എന്താ, ഇത് 3/5 ഇത് sin 2θ. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമ്മളിത് ഇവിടെ ഒന്ന് ചിന്തിച്ചാൽ മതി. എന്ത് ചിന്തിക്കണം, ഈ 3/5 എന്തായിരുന്നു cos square θ മൈനസ് sin square θ അല്ലേ, cos square θ മൈനസ് sin square θ അല്ലേ 3/5. cos square θ മൈനസ് sin square θ കണ്ടുപിടിച്ചിട്ടല്ലേ നമ്മൾ 3/5 എടുത്ത്, ഇവിടുന്ന് എടുത്ത് അങ്ങനെയല്ലേ. അതെന്താണ് cos 2θ അല്ലേ, cos 2θ അല്ലേ. അപ്പോൾ cos 2θ എന്ന് പറഞ്ഞാൽ 3/5 ആണ്. അൾട്ടിമേറ്റ്ലി ഇവിടെ ഉണ്ടായിരുന്ന ഇതല്ലേ cos 2θ അല്ലേ. അപ്പോൾ cos 2θ എന്ന് പറഞ്ഞാൽ, കാരണം എന്താ ചോദ്യത്തിൽ നോക്കിയാൽ 1 - 2 sin square θ, 1 - 2 sin square θ cos 2θ, അതാണ് 3/5. അപ്പോൾ cos 2θ എന്നത് 3/5 ആണെങ്കിൽ ആ ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കും? ഇതാണ് 2θ എന്ന് വിചാരിക്കുക. cos 2θ 3/5 ബേസ് ബൈ പെർപെൻഡിക്കുലർ. അപ്പോൾ ട്രിപ്ലറ്റ് അനുസരിച്ച് ഇതെന്താ, ഇത് 4 അല്ലേ, 3 4 5 എന്നല്ലേ ട്രിപ്ലറ്റ്. ഈ സൈഡ് 4 അല്ലേ, സംശയം ഉണ്ടെങ്കിൽ നോക്ക്, 12 + 16 അല്ലേ, എന്ന് വെച്ചാൽ ഇത് സോറി 9 + 16 25 സ്ക്വയർ ഇതല്ലേ വരുന്നത് 5. അപ്പോൾ ഇത് 4 ആണ്. അപ്പോൾ cos 2θ 3/5 ആണെങ്കിൽ sin 2θ എന്താ, sin 2θ എന്താ 4/5 അല്ലേ. അപ്പോൾ sin 2θ 4/5 ആയി. അപ്പോൾ ഇവിടെ എന്തായി 4/5 വന്നു. അപ്പോൾ ഇനി എന്താ പ്രശ്നങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 3/5 + 4/5 ആയി, എന്തായി 7/5. ഇത്തരത്തിലുണ്ടല്ലോ ഉത്തരം ഉണ്ടോ?
ഓപ്ഷൻസിലില്ലേ 7/5 അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞെന്താ, ആദ്യം ക്വസ്റ്റ്യൻസിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് നോക്കുക, അതിൽ നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് ഉണ്ടോ നോക്കുക, എന്നിട്ട് അതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നപ്പോൾ 3/5 + sin 2θ, അപ്പോൾ സ്റ്റക്കായി. അപ്പോൾ പിന്നെയും അത് അവിടെ നിർത്തി ഇതിലോട്ട് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ നമ്മൾ കിട്ടി. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബോട്ട് ആൻഡ് സ്ട്രീം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ബോട്ട് takes 7 hours to move 63 kilometer downstream. ഡൗൺസ്ട്രീം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒഴുക്കിൻ്റെ കൂടെ പോകുന്നതാണ് ഡൗൺസ്ട്രീം. ആൻഡ് 30 കിലോമീറ്റർ അപ്സ്ട്രീം. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരെ. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ മനസ്സിലായല്ലോ, ഡൗൺ സ്ട്രീം എന്ന് വെച്ചാൽ ഒഴുക്കിൻ്റെ കൂടെ ഞാൻ പോകും. ഞാൻ ഒഴുക്കിൻ്റെ കൂടെ പോകുമ്പോൾ എന്നാൽ ഇതിപ്പോൾ ലാഭമായാലോ എന്ന് ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ കൂടെ അല്ലേ പോകുന്നത്. അപ്പോൾ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് കൂടുതലായിരിക്കും. അപ്സ്ട്രീമിലോ ഒഴുക്കിനെതിരെയാണ്, അപ്പോൾ സ്പീഡ് കുറവായിരിക്കും. സ്പീഡ് കുറവാകുമ്പോൾ ടൈം കൂടുതലാവും. സ്പീഡ് കൂടുതലാകുമ്പോൾ ടൈം കുറവാകും. അതൊക്കെ അറിയാമല്ലോ ബേസിക്കലി നിങ്ങൾക്ക്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്താ പറയുന്നത്? ബോട്ട് ടേക്സ് 7 hours to move 63 kilometer downstream and 30 kilometer upstream. The boat takes 6 hours to move 28 kilometer downstream and 48 kilometer upstream. രണ്ട് വ്യത്യസ്ത കേസാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു മൂവ് 35 kilometer downstream and 27 kilometer upstream എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാം. പറഞ്ഞിട്ടുള്ളത് എന്താ? ബോട്ട് ടേക്സ് 7 hours, 7 മണിക്കൂർ എടുക്കുന്നത് എന്ന് വെച്ചാൽ ടൈമാണ്. ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡാ അല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എന്താ? 63 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. 63 കിലോമീറ്റർ ഡിസ്റ്റൻസ്. സ്പീഡ് എന്താ? ഡൗൺ സ്ട്രീം ഞാൻ പറഞ്ഞു സ്പീഡ് കൂടിയ സ്പീഡ്, അത് നമുക്ക് ഡി എന്ന് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡൗൺ സ്ട്രീമിൻ്റെ കൂടെ എന്താ പറഞ്ഞിട്ടുള്ളത്? 30 കിലോമീറ്റർ അപ്സ്ട്രീം. ഡിസ്റ്റൻസ് ബൈ അപ്സ്ട്രീം എന്തെടുക്കാം? യു എന്നെടുക്കാം, സ്പീഡ്. അപ്പോൾ ഈ രണ്ട് ടൈമും കൂടെ ഉള്ളത് 7, അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഈ ലോജിക്ക് മനസ്സിലായല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ടൈമാണ്. 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മൊത്തം ഡൗൺ സ്ട്രീം പോകാനുള്ള ടൈം പ്ലസ് അപ് സ്ട്രീം വരാനുള്ള ടൈം. ഡൗൺ സ്ട്രീം പോകാനുള്ള ടൈം എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. സ്പീഡ് അറിയില്ല, അതുകൊണ്ട് ഡൗൺ സ്ട്രീം ഡി എന്ന് എടുത്തു. തിരിച്ച് ഒഴുക്കിനെതിരെ വരുന്ന ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 30, സ്പീഡ് യു എന്ന് എടുത്തു. ആദ്യത്തെ കേസ്. ഇതുപോലെ രണ്ടാമത് ദ ബോട്ട് ടേക്സ് 6 hours. സമയം ടോട്ടൽ 6 hours ടു മൂവ് 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം. അപ്പോൾ 28 ബൈ ഡി പ്ലസ് 48 കിലോമീറ്റർ അപ്സ്ട്രീം, 48 ബൈ യു. ഈ രണ്ട് ഇങ്ങനെ ആണെങ്കിൽ ഹൗ മച്ച് ടൈം വിൽ ഇറ്റ് ടേക്ക് ടു മൂവ് 35 കിലോമീറ്റർ ഡൗൺ സ്ട്രീം, 35 കിലോമീറ്റർ ഡൗൺ സ്ട്രീം ആൻഡ് 27 കിലോമീറ്റർ അപ്സ്ട്രീം എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ക്ലാസിക് കേസാണ്. 2 ഇക്വേഷൻ തന്നിട്ടുണ്ട്, അത് സോൾവ് ചെയ്തിട്ട് ഡിയും യുവും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ 2-3 കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇതെന്താ? ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും അപ്പ് സ്ട്രീമിനെക്കാട്ടും. അപ്പോൾ ഇത് കൂടുതലായിരിക്കും ഇതിനെക്കാട്ടും. ഓക്കെ, ഇനി നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി SSC പരീക്ഷ പോലെ എഴുതുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, PSC പരീക്ഷ എഴുതുന്നവർക്കും ഇത് ബാധകാട്ടോ. ഇങ്ങനെ ഒരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിലൊക്കെ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോക്കാം. അതായത് നിങ്ങളിങ്ങനെ നോക്കണം. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മാത്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ദൃഷ്ടി, മാത്സിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ദൃഷ്ടി പതിയുക എന്നുള്ളതാണ്. ആ ദൃഷ്ടി നിങ്ങൾ പതിയുമ്പോൾ നോക്കിയേ, 63, 28, 7ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 7 × 4 28, 7 × 9 63 അല്ലേ? അപ്പോൾ നമുക്കിത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ 7 കൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ ഡിവൈഡ് ചെയ്യപ്പെട്ടാൽ എന്താ അവസ്ഥ എന്ന് ആലോചിക്കാം. ഡി എന്നുള്ളത് 7 നമുക്ക് വിചാരിക്കാം. ഡി എന്നുള്ളത് 7. ഈ മുഴുവൻ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യമല്ല പറഞ്ഞത്. മുഴുവൻ ഇക്വേഷൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന കാര്യത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഗസ് വർക്കാണ് ചെയ്യുന്നത്. മനസ്സിലായി? നമ്മൾ ഗസ് വർക്ക് ചെയ്തിട്ട് ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക. ഫിഗർ ഉള്ള അക്കങ്ങൾ വെച്ചിട്ട്. ഡി എന്ന് പറഞ്ഞാൽ 7 നമുക്ക് വിചാരിക്കാം. എന്തുകൊണ്ട്? ഇവിടെ രണ്ടും ഇതിൻ്റെ മേളിൽ 63, 28 കാണുന്നുണ്ട്. അപ്പോൾ 7 ആകുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 7 വരുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ 7 വന്നാൽ എന്താവും? ഇത് മൊത്തം 9 ആവും. പക്ഷെ നോക്കിയേ, അങ്ങനെ വന്നാൽ ശരിയാവോ? ഇല്ല. കാരണം 9 പ്ലസ് എന്തോ എന്ന് പറഞ്ഞാൽ 7 വരുമോ? ഇല്ല. 9ൻ്റെ കൂടെ എന്തെങ്കിലും കൂടിയാൽ 7 വരുമോ? ഇല്ല അല്ലേ? മാത്രമല്ല ഇതിന് അപ്പം നിങ്ങൾ പറയും അത് അങ്ങനെയല്ലല്ലോ ബ്രോ, ഈ 9ൽ നിന്ന് ഇത് പോയാൽ 2 പോയാൽ 7 വരില്ല, അപ്പോൾ -2 ആവും. മൈനസ് ആവാൻ പറ്റുമോ? ഇത് ഇല്ല. കാരണം ഇത് ടൈം അല്ലേ? ടൈം മൈനസ് ആവില്ലല്ലോ.
ടൈം നമ്മൾ നേരത്തെ ഇന്നസെൻറ്റ് പറഞ്ഞ പോലെ 1 മണിക്കൂർ മുമ്പ് ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ടൈമിന് മൈനസ് ആവാൻ പറ്റൂല. അതുകൊണ്ട് ഇത് പ്ലസ് ആയിരിക്കും. പക്ഷെ എന്താ 9ൻ്റെ കൂടെ എന്തെങ്കിലും കൂടിയാലേ 7 വരുള്ളൂ എന്നുള്ളത് സാധ്യമല്ല. അതുകൊണ്ട് 9 അല്ല. അപ്പം നമ്മളെന്താ 7ൻ്റെ തന്നെ അടുത്ത പിടിക്കണം. എന്താ 14 അല്ലേ? 14 എടുത്ത് നമ്മൾ ഇവിടെ 14 എടുത്തത് ഇവിടെ ഡി, ഇവിടെയും ഡി ആവുന്ന കാര്യം പറഞ്ഞത്. ഡി ഇപ്പോൾ 14 വിചാരിക്കുക. 14 വിചാരിക്കുക. അപ്പോൾ എന്താ ഇത് 28/14 എന്താ 2 ആവും. 2നോട് എന്ത് ചേർന്നാലേ 6 ആവുള്ളൂ? 2നോട് എന്ത് നമ്മളിത് ഇതിലോട്ട് കൊണ്ടുവരിക, ഗസ് ചെയ്താക്കി കൊണ്ടുവരിക. 2നോട് എന്ത് ചേർന്നാലേ 6 ആവുള്ളൂ? 4 വരണം അല്ലേ? 4 വരണമെങ്കിൽ 48/u എന്താവണം? 12 ആവണ്ടേ? 12 ആവണം. ഡി 2ഉം യു എന്താണ്? ഡി 2 അല്ല, സോറി, ഇത് നമ്മൾ അതൊന്നുമില്ല, പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ. അതെന്താ ഡി 14 ഒക്കെ കൊടുക്കുമ്പോൾ 28/14 4 ആവും. അപ്പോൾ ഇത് 6 ആയില്ലേ? അപ്പോൾ ഡി 14ഉം 12ഉം വന്നാൽ ഇത് സാറ്റിസ്ഫൈ ആവും. ഇവിടെ സാറ്റിസ്ഫൈ ആവോ നോക്ക്. ഡി 14 വന്നാൽ ആവുമോ? 63/14 14 2 28 പിന്നെയും 14 ആവുമ്പോൾ എന്താ 40 ഇതിൻ്റെ വന്നു. എന്താ പിന്നെയും 14 ആവുമ്പോൾ 30 അപ്പോൾ 4 വരും. 4 63/14 4.5 വരും. 4.5 വരും. എന്താ 30/u 12 ആകണമെങ്കിൽ നോക്കിയേ. 30/12 ആകുമ്പോൾ എന്താവും? ഇത് നമ്മൾ 24 36 അപ്പം 2.5 വരുന്നുണ്ട്. എന്താ 4.5 2.5 എന്താ 7 അല്ലേ? അപ്പോൾ എന്താ ഡി 14ഉം യു 12 ആകുമ്പോൾ ഇത് രണ്ടും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ എന്താ ഡി 14 യു 12 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഡി 14ഉം യു 12 ആണെങ്കിൽ ഇതെങ്ങനെയാവും? ഇതല്ലേ കണ്ടുപിടിക്കേണ്ട. 35/14 പ്ലസ് 27/12 എന്നാവും. 35/14 വരുമ്പോൾ എന്താവും? 28. പിന്നെ 14 എന്താ 42. അപ്പോൾ ഇത് 2 ഇത് പിന്നെയും ഇറങ്ങി. അപ്പോൾ 2.5 വരും. 2.5 വരും. പിന്നെന്താ 27/12 26 × 2. അടുത്ത അപ്പോൾ 2 അപ്പോൾ 2.25 വരും. 2.25 വരും. ഓക്കെ, അപ്പോൾ എന്തായി 5 5 2 6 7 4.75. എന്താ ഇത്? ടൈമാണ് 35 ഡൗൺ സ്ട്രീമും 27 അപ്പ് സ്ട്രീം വരാനുള്ള ടൈമാണ് 4.75. 75 എന്ന് പറഞ്ഞാൽ എന്താ? 100ൽ 75 എന്താ? മുക്കാലല്ലേ? അപ്പം 4 മണിക്കൂറും 45 മിനിറ്റും 4 hours 45 minutes ആണ് ഉത്തരം. 4 hours 45 minutes എന്താ ഉത്തരം? എന്താ? ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ ഗസ് ചെയ്യുന്ന സാധനമാണ് മനസ്സിലാവാതെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് മറ്റേ ഇവിടം വരെ മനസ്സിലായല്ലോ. നിങ്ങളിത് കൂടെ എഴുതണം കേട്ടോ. കൂടെ എഴുതിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കൂടെ പെന്നും പേപ്പറും എടുത്ത് വെച്ച് എഴുതിയാലേ മനസ്സിലാവുള്ളൂ. ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 63 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പ്ലസ് 30 കിലോമീറ്റർ അപ്പ് സ്ട്രീം പോകാനായിട്ട് 7 മണിക്കൂറും അതുപോലെ തന്നെ 28 കിലോമീറ്റർ ഡൗൺ സ്ട്രീം പ്ലസ് 48 കിലോമീറ്റർ അപ്പ് സ്ട്രീം പോകാനായിട്ട് 6 മണിക്കൂറും. ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞില്ലേ? ഗസ് ചെയ്ത് എങ്ങനെയാണ് ഗസ് ചെയ്തത്? 28ഉം 63 7ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ ഡി 7 ആണെങ്കിലോ എന്ന് നമ്മൾ ഗസ് ചെയ്തു. ഡി 7 ആകുമ്പോൾ എന്ത് ചെയ്യും? 63/7 എന്ന് പറഞ്ഞാൽ 9 വരും. 9 പ്ലസ് എന്തെങ്കിലും വന്നാൽ 7 വരുമോ? ഇല്ല. 9നെക്കാട്ടും 7 ചെറുതല്ലേ. അപ്പോൾ 9 പ്ലസ് എന്തെങ്കിലും വന്നാൽ 7 വരില്ല. അങ്ങനെ ഇവിടെ മൈനസും വരില്ല. കാരണം എന്താ? ഇത് ടൈമാണ്. ഞാൻ ഈ പിന്നെയും പറയുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും 9 വരില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്തായി? ഇത് 7ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? 7ൻ്റെ മൾട്ടിപ്പിൾസ് അല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത 14 നോക്കി. 14ൻ്റെ അവസ്ഥ നോക്കിയപ്പോൾ എന്താ? അപ്പോൾ ഡി ഇവിടെ 14 നമ്മൾ ഇട്ടു. 14 നമ്മൾ ഇടുമ്പോൾ എന്താ? 28/14 2 പ്ലസ് 2 പ്ലസ് എന്ത്? ഇപ്പോൾ ഇവിടെ ഒക്കുന്നുണ്ടല്ലേ? 2നോട് എന്തെങ്കിലും കൂടിയാലേ 6 വരുള്ളൂ. എന്ത് കൂടിയാലേ 6 വരുള്ളൂ? 2നോട് 4 കൂടണം. അപ്പോൾ 48/u 4 ആവണമെങ്കിൽ യു എന്താവണം? 12 ആവണം അല്ലേ? അപ്പോൾ എന്താ 4 വരുമ്പോൾ എന്താവും? 6 വരും. അപ്പോൾ അത് സാറ്റിസ്ഫൈ ആയി.
ഈ കേസിൽ എന്താ ഡി 14 യു 12 ആയപ്പോൾ ഈ കേസ് സാറ്റിസ്ഫൈ ആയി. ഈ കേസ് സാറ്റിസ്ഫൈ ആവണോ നമ്മൾ നോക്കി, അതും സാറ്റിസ്ഫൈ ആയി. അപ്പോൾ ഡി 14 യു 12 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ലോജിക്ക്. ഇങ്ങനെയാണ് നിങ്ങൾ ഗസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ മൾട്ടിപ്പിൾസ് ഉണ്ടോ, അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾസ് വെച്ച് നമ്മൾ ഗസ് ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ദ LCM ഓഫ് ടു നമ്പേഴ്സ് ഈസ് 90 ടൈംസ് ദെയർ HCF. The sum of LCM and HCF is 1456. If one of the numbers is 160, then what is the other number? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? രണ്ട് നമ്പറിൻ്റെ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ടൈംസ് ദെയർ HCF ആണ്. ഓക്കെ, അപ്പോൾ HCF നമ്മൾ തൽക്കാലം എക്സ് എന്നെടുത്താൽ LCM എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 90 ടൈംസ് ദെയർ HCF, അപ്പോൾ 90x ആണ്. ദ സം ഓഫ് LCM ആൻഡ് HCF, അതായത് 90x പ്ലസ് എക്സ്, അതായത് 91x എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് 1456. ഇഫ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് 160, ഓക്കെ, ഒരു നമ്പർ 160 ആണെങ്കിൽ ദെൻ വാട്ട് ഈസ് ദ അതർ നമ്പർ? അപ്പോൾ അതെങ്ങനെയാണ്? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ലൈറ്റ് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നമ്പറിൻ്റെ HCF LCM തമ്മിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. രണ്ട് നമ്പറിൻ്റെ HCF LCM തമ്മിലുള്ള പ്രൊഡക്റ്റ് ആ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റിന് തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു നമ്പർ 160 എന്നുണ്ട്, ഒരു നമ്പർ 160 ഉണ്ട്, മറ്റേ നമ്പർ നമുക്ക് എക്സ് എന്ന് എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഈ ആദ്യം എക്സ് സോൾവ് ആക്കി പോയാലേ ശരിയാവത്തുള്ളൂ, അല്ലേ? പോയിൻ്റ് അല്ലേ? അപ്പോൾ എന്താ എക്സ് എന്ന് പറഞ്ഞാൽ 1456/91. ചില സമയത്ത് ഡിവൈഡ് തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ 145/91 എന്നുള്ള രീതിയിൽ ചിന്തിക്കണം. 91/2 തന്നെ എന്താ 182 ആണ്. അപ്പോൾ പിന്നെ 91 പോയാൽ 45, ഇത് നമ്മൾ 45ഉം എന്താ 9ഉം ഇത് നമ്മൾ എന്ത് വരും 54 വരും അല്ലേ? ഇതെഴുതിയില്ല, 54. ഓക്കെ, 54 പറ്റില്ല. അപ്പോൾ 6. 500 എന്ന് പറയുമ്പോൾ 91 5 പ്രാവശ്യം, 91 5 പ്രാവശ്യം 5 5 × 9 എന്താ 40. അപ്പോൾ അതല്ല, അപ്പോൾ 6 എന്താ? 6 ആണല്ലോ, 96 അല്ലേ? 6 54. അപ്പോൾ 16 എക്സ് എന്ന് പറഞ്ഞാൽ 16 കിട്ടി അല്ലേ? ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ 16 കിട്ടി എന്ന് വെച്ചാൽ എന്താണ്? HCF നമുക്ക് 16 കിട്ടി. ഇത് 90 × 16 അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് വൺ ഓഫ് ദ നമ്പേഴ്സ് ഈസ് 160, ഒരു നമ്പർ 160 ആണ്, മറ്റേ നമ്പർ കണ്ടുപിടിക്കുക. മറ്റേ നമ്പർ ഇപ്പോൾ നമുക്ക് എക്സ് ആണ് എടുക്കാം, കാരണം എക്സ് നമ്മൾ ഓൾറെഡി അവിടെ കണ്ടുപിടിച്ചല്ലോ. എക്സിന് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, ഉപയോഗിക്കാൻ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്താ? അതിൻ്റെ HCFൻ്റെ LCMൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. HCF 16, LCM 16 × 90 അല്ലേ? അപ്പോൾ എന്തായി? 10 അല്ലേ? 10 എന്താ 9 × 16 എന്ന് പറയുമ്പോൾ എന്തായി? 144 അല്ലേ? 144. ഏതാ? ഓപ്ഷൻ സി. ഓക്കെ, എളുപ്പമാണ്. നേരത്തെ പറഞ്ഞ പോലെ +2 കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയുമെങ്കിൽ, അല്ല സോറി 10ാം ക്ലാസ്സിലെ NCERT ബുക്കിലെ കാര്യമാണിത്. രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ HCFൻ്റെ LCMൻ്റെയും പ്രൊഡക്റ്റാണെന്നുള്ള കാര്യം അതറിയുമെങ്കിൽ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, ഈ ചോദ്യം നോക്ക്. ഇൻ എ ക്ലാസ് ഓഫ് 100 സ്റ്റുഡൻസ് ദി ആവറേജ് വെയ്റ്റ് ഈസ് 30 കിലോഗ്രാം. ഇഫ് ദ ആവറേജ് വെയ്റ്റ് ഓഫ് ദ ഗേൾസ് ഈസ് 24 കിലോഗ്രാം ആൻഡ് ദാറ്റ് ഓഫ് ദ ബോയ്സ് ഈസ് 32 കിലോഗ്രാം, ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്? സിമ്പിളാണ് ഇത്. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ്റെ ക്ലാസ് കറക്റ്റായിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക ക്ലാസ്, ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് അതിൻ്റെ ആവറേജോ അതിൻ്റെ പേഴ്സൻറ്റേജോ എടുത്തിട്ട് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൽ നിന്ന് അതിൻ്റെ ആവറേജോ പേഴ്സൻറ്റേജോ മിക്സ് ചെയ്തിട്ട് രണ്ടിൻ്റെയും കൂടെ ഉള്ളതുണ്ടെങ്കിൽ, മിക്സ് ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ, പേഴ്സൻറ്റേജോ ആവറേജോ നമുക്കുണ്ടെങ്കിൽ നമ്മൾ അലിഗേഷൻ്റെ കോൺസെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ്റെ കോൺസെപ്റ്റ് ആരെങ്കിലും മറന്നു പോയിട്ടുള്ളവരുണ്ടെങ്കിൽ മിക്സ്ചർ ആൻഡ് അലിഗേഷൻ്റെ വീഡിയോസ് പോയി കണ്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ബോയ്സിൻ്റെ ആവറേജ് വെയ്റ്റ് 32 ആണ്.
ഗേൾസിൻ്റെ ആവറേജ് വെയിറ്റ് 24. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ ബോയ്സിനെയും ഗേൾസിനെയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ടോട്ടൽ 100. ഇൻ എ ക്ലാസ് ഓഫ് 100 സ്റ്റുഡൻസ് ആവറേജ് വെയിറ്റ് എന്താ 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അലിഗേഷൻ എങ്ങനെ പോകണം? ഇവിടുന്ന് ഇങ്ങനെ പോകണം ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോൾ എന്താ 32 30 പോയ 2, 30 24 പോയ 6, 6:2. ഇതെന്താ ഇവിടെ എടുത്തത് ബോയ്സിൻ്റെ ആവറേജും ഗേൾസിൻ്റെ ആവറേജും അല്ലേ. ഇതെന്താ ടോട്ടലാണെന്ന് പറഞ്ഞത്. ബോയ്സിൻ്റെ എണ്ണം 6, ഗേൾസിൻ്റെ എണ്ണം 2 എന്ന് വെച്ചാൽ ഇത് 3:1. 3 ബോയ്സും 1 ഗേൾസാണ് ഉള്ളത്. അതായത് ടോട്ടൽ എത്രയാണ്? 3 + 1 4. അതിൽ ഗേൾസ് എത്രയാണ് ഉള്ളത്? 1. അതായത് ഗേൾസ് 4/1. ഗേൾസ് 4/1 ഉള്ളത്. ഗേൾസിനുള്ള ചോദിച്ചിരിക്കുന്നത് മൊത്തം എത്രയാണ്? 100. 100ൻ്റെ 4/1 എന്താ? 25 അല്ലേ? 25. ഓപ്ഷൻ എന്താ? ഓപ്ഷൻ എ 25 പെൺകുട്ടികളാണോ ഉള്ളത്. ഈസി അല്ലേ? അലിഗേഷൻ്റെ കോൺസെപ്റ്റ് പഠിച്ചാൽ ഇതുപോലെ ഈസിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരട്ടെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ആദ്യം ഇവിടെ എഴുതാം. എന്താ? 0.35 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.70 പ്ലസ് 1/2.25 പ്ലസ് 0.19. ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് ചോദിക്കുന്നത് മൊത്തത്തിൻ്റെയും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കടക്കാം. സ്ക്വയർ റൂട്ട് അവസാനം ഇരിക്കാം. ഓക്കെ, നിങ്ങൾ ഇതൊന്നും നോക്കിയേ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന പോലെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ആയിട്ട് ആ ഫിഗേഴ്സിനെ നോക്ക്. ആ ഫിഗേഴ്സിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് നമുക്കുള്ള ക്ലൂ. ഇതെന്താ? 3.35, ഇത് 0.70. പക്ഷേ പോയിൻ്റ് അല്ല, അതെന്താ? 35ൻ്റെ ഇരട്ടിയാണ് 70. സോ ഇത് × 2. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കുന്ന ഇതിനെ എ എന്ന് വിളിച്ചാൽ A² × 2A എന്ന് പറയുന്നത് A² അല്ല +2A എന്ന് പറയുന്നത് A² + 2AB + B² സാധ്യതയുണ്ടോ നോക്ക്. A² + 2AB. B ഒന്നല്ലേ? 2 × 0.35 എന്താ? 70 ആണ്. B എന്താ? അപ്പോൾ അത് A + B ഹോൾ സ്ക്വയറിൻ്റെ സ്കീമിൽ വന്നു. കണ്ടോ? A + B ഹോൾ സ്ക്വയറിൻ്റെ സ്കീമിൽ വന്നില്ലേ? A എന്താ? 0.35. B എന്താ? 1. അപ്പോൾ 0.35 + 1, 1.35 the whole square by 2.25. ഓക്കെ, ഇത് റൂട്ടിൻ്റെ അകത്താണല്ലോ. ഇത് റൂട്ടിൻ്റെ അകത്തല്ലേ? ഇപ്പോൾ റൂട്ടിൻ്റെ അകത്താണ്. 1.35 the whole square by 2.25 plus 0.19. ഇനി നമുക്കിങ്ങനെ എടുക്കാം. ഓക്കെ, ഇതിനെ 2.25 എന്ന് പറഞ്ഞാൽ എന്താ? 225 എന്താ? 225 എന്താ? 15ൻ്റെ സ്ക്വയർ. അപ്പോൾ 2.25 എന്താ? 1.5ൻ്റെ സ്ക്വയർ ആയിക്കൂടെ? അപ്പോൾ ഇതിനെ എഴുതാം. റൂട്ട് ഓഫ് 1.35 ദ ഹോൾ സ്ക്വയർ ബൈ എന്താ ഞാൻ പറഞ്ഞത്? 1.5 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ എഴുതിക്കൂടെ? 1.35 ബൈ 1.5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? മനസ്സിലായല്ലോ? 1.35 ദ ഹോൾ സ്ക്വയർ മേലുണ്ട്. 2.25 എന്ന് പറഞ്ഞാൽ എന്താ? 1.5ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 1.35 ദ ഹോൾ സ്ക്വയർ ബൈ 1.5 ദ സ്ക്വയർ എന്നുള്ളതിനെ ഒരുമിച്ച് എഴുതി. എത്രയുള്ളൂ? 1.35 ബൈ 1.5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0.19 ആണല്ലോ. ആണ്. ഇനി നോക്കിയേ, 15 135. പിന്നെ അടുത്ത റിലേഷൻ വേണ്ടത് 15 × എന്താ? 135. 15 × എന്താണ് 135? 15 × 9 അല്ലേ? അപ്പോൾ 1.5 × എന്താണ്? 1.35. രണ്ടെണ്ണം മാറണം. അപ്പോൾ 1.5 × 0.9. അപ്പോൾ ഇതെന്താ? 0.9 സ്ക്വയർ പ്ലസ് 0.19 എന്നാവും. 0.9ൻ്റെ സ്ക്വയർ എന്താ? 9ൻ്റെ സ്ക്വയർ എന്താ? 81. അപ്പോൾ 0.9ൻ്റെ സ്ക്വയർ എന്താ? 0.81. അപ്പോൾ ഇതെന്തായി? റൂട്ട് ഓഫ് 0.81 പ്ലസ് 0.19 എന്തായി? പെട്ടെന്ന് പറ. 0 പിന്നെ 0 പിന്നെ 1 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 1. റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയല്ലേ? റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഏതാ? ഓപ്ഷൻ എ. റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എന്താ? സിമ്പിൾ. ഓപ്ഷൻ എ 1 ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ പാർട്ട് 5 അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മളെത്തി. നമ്മളിനി പാർട്ട് 6 ഇടുന്നതിന് മുമ്പ് നമുക്കുള്ള 2-3 ഡേയ്സ് ബ്രേക്ക് ഉണ്ടാവും മെയിൻസുകാരപ്പോൾ ഈ 1 തൊട്ട് ഈ പാർട്ട് 5 വരെയുള്ളത് മുഴുവൻ റിവൈസ് ചെയ്തിട്ട് ഇരുന്നോളുക. ഓക്കെ, പാർട്ട് 6 വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബ്രേക്ക് ഉണ്ടാവും. ആ ബ്രേക്കിൽ നമുക്ക് CHSLക്കാരുടെ കുറച്ച് ക്വസ്റ്റ്യൻസും CGL ബേസിക് ആയിട്ടുള്ള 2 പേർക്കും അത് ഏകദേശം ഒരുപോലെ വരും. CGL ബേസിക് ഇപ്പോൾ മിക്സർ ആൻഡ് എലിഗേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ റേഷ്യോ പ്രൊപ്പോർഷൻ ഇടുമെന്ന്, അത് തന്നെ CHSLകാർക്കും വരും.
ഓക്കെ, അതല്ലാതെ CHSLൻ്റെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു സീരീസും കൂടെ നമുക്ക് നോക്കാം. അതെന്തെങ്കിലും അവിടെ ഇപ്പോൾ നിങ്ങൾ ഒരു 3 ഡേയ്സ് നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് ഇനി നമുക്ക് പാർട്ട് 6 തുടങ്ങാം. അതുവരെ ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചോ. മോക്കൊക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ട് ബ്രെയിൻ ഷാർപ്പായിട്ട് വെച്ചോ. കാൽക്കുലേഷൻ സ്പീഡൊക്കെ കൂട്ടി എപ്പോഴും കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താ? ഇൻ ആൻ എക്സാമിനേഷൻ the number of students who passed and the number of students who failed were in the ratio 25:4. If one more student had appeared and passed, then the number of failed student was 3 less than earlier, and the ratio of passed students to failed students would have become 22:3. What is the difference between the number of students who initially passed the examination and the number of students who failed the examination? അവസാനം ചോദിച്ചിരിക്കുന്നത് എന്താ? ആദ്യം പാസ്സായ കുട്ടികൾ മൈനസ് ഫെയിലായ കുട്ടികൾ എത്രയാണ്? അപ്പോൾ ആദ്യം നമ്മൾ പാസ്സായും ഫെയിലായതും ഏത് റേഷ്യോയിലാണ് പറഞ്ഞിരിക്കുന്നത്? 25ഉം 4ഉം. അപ്പോൾ നമുക്ക് 25x 4x എന്നെടുക്കാം, അല്ലെങ്കിൽ 25x/4x എന്നെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? പെട്ടെന്ന് അടിക്കാനുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് അടിക്കാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇനീഷ്യലി പാസ്സായവരിൽ നിന്ന് ഫെയിലായവർ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടുന്നതെന്ന്. ഇപ്പം എന്താ 25x നിന്ന് 4x കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 21x അല്ലേ? 21x ആണ്. 21x ആണ് ഈ ഡിഫറൻസ്. നിങ്ങൾ ഓപ്ഷൻസിലോട്ട് നോക്കിയേ. 21 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 7ൻ്റെ. ഓപ്ഷൻസിൽ ഏതാ 7ൻ്റെ മൾട്ടിപ്പിൾ ഉള്ളത്? ഓപ്ഷൻ ബി 126. 7ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ? എന്ത് വരും? 18 വരും അല്ലേ? 18 അല്ലേ? 18 × 7 അല്ലേ വരുന്നത്? അതെ. അപ്പോൾ ഓക്കെ. അപ്പോൾ 18 × 7 അല്ലേ എന്ത് വരുന്നത്? എന്താ ഓപ്ഷൻ ബി? എന്താ? 126. 18 × 7 അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കത് ടിക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്താലേ നമുക്ക് കറക്റ്റായിട്ടത് സമയത്തിൽ എടുക്കുള്ളൂ. ഇനി ഇപ്പോൾ ഇത് മനസ്സിലാവാതെ ഇനിയിപ്പോൾ ഇതിൻ്റെ ലോജിക്ക് അനുസരിച്ച് തന്നെ ചെയ്യണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? ആദ്യം എന്താ 25x/4x അല്ലേ ആദ്യത്തെ റേഷ്യോ. പിന്നെ പറഞ്ഞിട്ടുള്ള എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഇഫ് 1 more student had appeared and passed, അതായത് ഒരുത്തൻ കൂടെ പരീക്ഷ എഴുതാൻ വന്നിട്ട് അവൻ പാസ് ചെയ്തു. ഇഫ് എന്നാ പറയുന്നത്. ഇഫ് ഇമാജിൻ ചെയ്യും, ഒരുത്തൻ കൂടെ വന്നിട്ട് അവൻ അപ്പിയർ ചെയ്തിട്ട് പാസ് ചെയ്തു. പാസ്സായത് ഇവിടെ അല്ലേ? അപ്പോൾ ഒരുത്തൻ കൂടെ വന്നു എന്നിട്ട് അപ്പിയർ ചെയ്തു, പാസ്സായി അല്ലേ? അങ്ങനെ ആയെങ്കിൽ എന്താ പറയുന്നത്? ദെൻ ദ നമ്പർ ഓഫ് ഫെയിൽഡ് സ്റ്റുഡൻസ് വാസ് 3 less than the earlier. തോറ്റവരുടെ എണ്ണം മുമ്പുള്ളതിനേക്കാൾ 3 കുറവാണ്. അതായത് എന്താ? മുമ്പുള്ളതിനേക്കാൾ 3 കുറവാണ് തോറ്റവരുടെ എണ്ണം. ഇങ്ങനെയാണോ? അല്ലല്ല. വേറൊരു കാര്യം കൂടെ. വേറൊരു കാര്യം നിങ്ങൾ പ്രധാനമായിട്ട് ബുദ്ധി അവിടെ പ്രയോഗിക്കേണ്ടതാണ്. അതായത് തോറ്റവരുടെ എണ്ണം നേരത്തേനേക്കാൾ 3 കുറവെന്ന് പറഞ്ഞാൽ അവരെ റെപ്രസെൻ്റ് ചെയ്യണ്ടേ? വന്ന ഒരുത്തൻ ജയിച്ച് റെപ്രസെൻ്റ് ചെയ്തു. തോറ്റത് നേരത്തെ തോറ്റയിൽ 3 പേര് ഇപ്പോൾ തോറ്റിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവർ പാസ്സായി. അപ്പോൾ അവർ മേളിൽ പോകണ്ടേ? അതും എഴുതണം. ആ സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരുത്തൻ വന്നു, പാസ്സായി, അവൻ അവിടെ എഴുതി. അപ്പം എന്തു പറ്റി? റേഷ്യോയിൽ നേരത്തെ തോറ്റവരിൽ നിന്ന് 3 പേര് കുറവ് തോറ്റു. കാരണം ഇത് റേഷ്യോയാ, മനസ്സിലായോ? 3 പേര് കുറവ് തോറ്റു, അതവിടെ എഴുതി. പക്ഷേ ഈ 3 പേര് കുറവ് തോറ്റെന്ന് പറഞ്ഞാൽ എന്താ? ആ 3 പേര് ജയിക്കുകയല്ലേ ചെയ്തത്, അതെഴുതി, ജയിച്ചു. അപ്പം എന്തായിന്ന് പറഞ്ഞ റേഷ്യോ? അപ്പോൾ 22/3 ആയി. അപ്പോൾ ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം. എന്ത് പറ്റും? 25x + 4/4x - 3 = 22/3. അപ്പോൾ എന്താവും? 25x + 4 എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ? 3 × 25x 75x + 12 = 88x - 66. അപ്പോൾ എന്താ?
66 ഇപ്പുറത്ത് വരുമ്പോൾ എന്താ 66 + 12 70 ഇത് നമ്മുടെ 78 ഈക്വൽ ടു 88x - 75x 8 5 13x എന്ന് വരും അല്ലേ. അപ്പോൾ എക്സ് എന്ത് വരും? 6 വന്നാൽ 6 വരും. എക്സ് 6 വരും. എക്സ് 6 വന്നില്ലേ? എക്സ് 6 വന്നു. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താ? ആദ്യം ഉണ്ടായിരുന്നതിൽ പാസ്സായവരിൽ നിന്ന് ഫെയിൽ ആയവർ കുറഞ്ഞാൽ എത്രയാണെന്ന് അല്ലേ? അതല്ലേ ചോദ്യം. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഇനീഷ്യലി പാസ് ദ എക്സാമിനേഷൻ ഫെയിൽ ദ എക്സാമിനേഷൻ. അപ്പോൾ പാസ്സായത് എന്താ? 25x - 4x. വെച്ചാൽ എക്സ് വെളിയിലെടുക്കണം എന്ന് വെച്ചാൽ 6 × 25 - 4 എന്താ? 21. 6 × 21 എന്താ? 6 12 126. ഇതാ അതും ഇതല്ലേ വന്നില്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അറിയുന്നവൻ, ഈ ട്രിക്ക് അറിയുന്നവൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് 21. ഓപ്ഷനിലുള്ള 21ൻ്റെ മൾട്ടിപ്പിൾ 126 കഴിഞ്ഞു. നിങ്ങളോ? ഇത്രയും ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾ ബാങ്ക് എക്സാം ആണെങ്കിലും ഇനി SSC എഴുതുന്നവരാണെങ്കിലും മറ്റേ RRB NTPC എഴുതുന്നവരൊക്കെ ആണെങ്കിലും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് എഡ്ജ് തരുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ എന്താ അതിൻ്റെ ലോജിക്ക്? എന്താ? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ്. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡിഫറൻസ് ആയിട്ട് വരുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടെ കാണുക അല്ലേ? അതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും കാണുക. അല്ലെങ്കിൽ ഇത് 6 ആണെങ്കിൽ 6ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അങ്ങനെ അത് വരുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഷെഡ്യൂൾ ബ്രേക്ക് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. നമുക്കിപ്പോൾ 5th പാർട്ട് കഴിഞ്ഞു. 6th പാർട്ട് വരുന്നതിന് മുമ്പ് എന്തായാലും നിങ്ങൾ പോയി റിവൈസ് ചെയ്യുക. 6th പാർട്ട് റിവൈസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാൻ അടുത്ത ഭാഗങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആരെങ്കിലും CGL എഴുതാൻ പോകുന്നവർ ഇത് ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ആണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഇടുന്നുണ്ട്. ഇത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ആ മെയിൻസ് ലെവലിലോട്ട് ഇറങ്ങിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് ഈസി ഉണ്ട്, ഹാർഡും ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. അതായത് വളരെ കുറവ് ടൈമിൽ ചെയ്യാൻ പറ്റുന്ന നമ്മളിവിടെ നോക്കുന്നുണ്ട്, കൂടുതൽ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പോയി നോക്കുക. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉള്ള വീഡിയോസൊക്കെ കാണുക, മാത്സിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുള്ള മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.